ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കൈപ്പക്ക പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൽ കൈപ്പക്ക വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ മുന്നേ ഞാനൊരു കൈപ്പക്ക പച്ചടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൈപ്പക്ക ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് രീതിയിൽ ഉണ്ടാക്കുമ്പോഴായാലും ഈ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിന് വേണ്ടി 3 കൈപ്പക്ക എടുത്തിട്ടുണ്ട്. കൈപ്പക്ക നന്നായിട്ട് കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1.25 കപ്പ് തൈര് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി കൈപ്പക്ക ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി കൈപ്പക്കയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൈപ്പക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. കൈപ്പക്ക ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തണുത്തും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.